എല്ലാവർക്കും നമസ്കാരം. ഫൺ ആൻഡ് ട്രാവൽ വിത്ത് ബിനോജ് കുളത്തൂർ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നലെ ഇവിടെയാണ് താമസിച്ചിരുന്നത്. ഇവിടെ ഈ ഹോട്ടലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ ആഗ്രയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇനിയിപ്പോൾ രാവിലെ എണീറ്റ് രാവിലെ 6 മണിക്ക് നമുക്ക് ആഗ്രയിൽ പോകണം, ഒരു താജ്മഹൽ കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ നടന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഉറങ്ങിപ്പോയി. 2 ദിവസത്തെ യാത്രാക്ഷീണം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഉറങ്ങിപ്പോയി. ഇപ്പോൾ ഇനി കുറച്ച് ലേറ്റായി. ഇപ്പോൾ പോവുകയാണ്. താജ്മഹൽ കാണാൻ പറ്റുമോ? കാണാൻ പറ്റും. ഈ ക്രൗഡ് ഉണ്ടെങ്കിൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ഇന്ന് നമ്മൾ പോയിട്ട് നാളെ ആയിരിക്കും ഷൂട്ട് ചെയ്യുന്നത്. എന്നാലും ഒന്ന് പോകും, നമ്മൾ പോയിട്ട് നോക്കാം. ഈ ക്രൗഡ് ഉണ്ടെങ്കിൽ നമുക്കൊന്നും കേൾക്കാൻ പറ്റില്ല. ഒന്ന് രണ്ട് എപ്പിസോഡ് നമ്മളിവിടെ ഷൂട്ട് ചെയ്ത എപ്പിസോഡ് ഇട്ട് കേട്ടപ്പോൾ അതായത് ഇതിനു മുമ്പ് മധുരയിലോട്ട് വരുന്ന ആ സ്ഥലത്ത് ഗോതമ്പ് പാടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ ഷൂട്ട് ചെയ്തപ്പോൾ ഭയങ്കര നോയ്സ് കയറി വന്നു, ഈ വണ്ടിയുടെയൊക്കെ നോയ്സ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിച്ച് രാവിലെ 6 മണിക്കൊക്കെ പോയിട്ട് ഷൂട്ട് ചെയ്യുക. 6:30 ആകുമ്പോൾ തുറക്കും അവിടെ. പക്ഷേ ഉറങ്ങിപ്പോയി. അപ്പോൾ പറ്റുമെങ്കിൽ ഇന്ന് ഷൂട്ട് ചെയ്യും, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ. അപ്പോൾ എൻ്റെ ചാനലിൽ മറന്നു പോകരുത്. ഫൺ ആൻഡ് ട്രാവൽ വിത്ത് ബിനോജ് കുളത്തൂർ എന്നാണ്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ നമുക്ക് യാത്രയിലോട്ട് പോവാം. ബായോ. ഓ, കയറിക്കോ. ഞങ്ങളങ്ങനെ താജ്മഹൽ പോകുന്ന വഴിക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഷൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇന്ന് ഷൂട്ട് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ നാളെ. 900 രൂപയാണ് അതിൻ്റെ 3 പേർക്കുള്ള ടിക്കറ്റ് നമ്മൾ നേരത്തെ എടുത്തത്. അത് എന്താവുമെന്ന് അറിയില്ല. അത് അല്ലെങ്കിൽ നാളെ വീണ്ടും ഒരു 900 രൂപ എടുക്കേണ്ടി വരും. ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറാണ്. അപ്പോൾ ഇവിടുത്തെ ഭക്ഷണ രീതി എന്താണ്, ഭക്ഷണം എന്താണെന്നൊക്കെ അറിയണമല്ലോ. അതെങ്കിലും നിങ്ങളെ കാണിക്കാം. വരൂ. നമ്മളെ ഇന്നത്തെ ആദ്യത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്നും ആദ്യം തന്നെയാണ്. ഇത് കണ്ടോ, ഇതിൻ്റെ പേരാണ് ഓണിയൻ പൊറോട്ട. അതിൻ്റെ കൂടെ കഴിക്കാൻ തരുന്നത് തൈരും അച്ചാറും. അച്ചാറെന്ന് പറഞ്ഞാൽ നാരങ്ങയൊക്കെ താണ്ട അടിച്ചു വിടും. നാരങ്ങയും ഇത് ക്യാരറ്റാണ്. അത് ഇതാണ് ഓണിയൻ പൊറോട്ട. 4 പീസാണ്. ഇത് എത്ര രൂപയുടെ 4 പീസിന്? 180 രൂപയാണ് ഈ 4 പീസിൻ്റെ വില. ആഗ്രയിലാണ്. ആഗ്രയിലെ ഫാമിലി മീൽസ് എന്ന് പറഞ്ഞിട്ട്, അത് തന്നെ ഫാമിലി മീൽസ് തന്നെ. പഞ്ചാബി തടുക്ക അതുകൊണ്ട് ഈ ഹോട്ടലിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇനി വേറൊരു സാധനം കൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? തവാ റൊട്ടിയും ആലു മട്ടറും പറഞ്ഞിട്ടുണ്ട്. അത് വരുമ്പോൾ അതും കാണിക്കാം. ഓക്കെ, ഇതെങ്ങനെയുണ്ടോ നോക്കട്ടെ, കഴിച്ചു നോക്കട്ടെ. എടുത്ത് കഴിക്കേ. ആലു മട്ടർ ഇതിൻ്റെ ഇത് എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. കാര്യം എനിക്ക് നോർത്ത് ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയാം. തൈരും ഇതുമായിട്ട് നിങ്ങളതിവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, അപ്പോഴറിയാവും. അച്ചാർ മല ഒരു രക്ഷയില്ല, അടിപൊളി. ഇതാണ് ആലു മട്ടർ എന്ന് പറഞ്ഞാൽ ഉരുളക്കിഴങ്ങും ഗ്രീൻ ബീൻസും കൂടെ ഇട്ട് കറിയാണ്. ഉരുളക്കിഴങ്ങ്. ആലു എന്ന് പറഞ്ഞാൽ ഉരുളക്കിഴങ്ങ്, മട്ടർ എന്ന് പറഞ്ഞാൽ ഗ്രീൻ ബീൻസ്. ഓക്കെ. അപ്പോൾ ഇത് 180 രൂപയാണ് ഈ സാധനത്തിന്. ഇത്രയ്ക്ക് ഇവിടെ എല്ലാം സ്പൂണ് തരും കേട്ടോ. നമുക്ക് എണ്ണ നല്ല അടുത്ത റൊട്ടി വന്നിട്ടുണ്ട്. और दो തവ റൊട്ടി. ഇതാണ് തവ റൊട്ടി. ഇത് എത്ര രൂപ തവ റൊട്ടി? മിക്കവാറും 10 രൂപയായിരിക്കും. ഇവിടെ എല്ലാം റൊട്ടിക്കൊക്കെ 10 അല്ലെങ്കിൽ 12, മാക്സിമം പോയാൽ 15 രൂപ. റൊട്ടിക്ക് വില കുറവാണ്. ഇതിനൊക്കെ നല്ല വിലയാണ്. റൊട്ടിയും വെച്ചൊന്ന് ഞാൻ കഴിച്ചു നോക്കട്ടെ, കഴിച്ചിട്ട് പറയാം. ആലു മട്ടർ തവ റൊട്ടി.
ടേസ്റ്റിനൊന്നും ഒരു കുറവുമില്ല, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി കഴിച്ചു തുടങ്ങാം. അപ്പോൾ അതിൻ്റെ വിലയൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെയാണ് സംഭവങ്ങൾ. ഓക്കെ, നമ്മളങ്ങനെ ഫുഡ് കഴിച്ചു. ആദ്യം ഇതിൽ നിന്ന് ഒരു റൊട്ടിയും 4 റൊട്ടിയാണ് പറഞ്ഞത്. കഴിച്ചു വന്നപ്പോൾ നല്ല ടേസ്റ്റ്. അപ്പോൾ പിന്നെ സാധാരണ റൊട്ടി പറഞ്ഞില്ല, ആ റൊട്ടി 12 എണ്ണമാണ്. 12 തന്തൂരി റൊട്ടി അടിച്ച് ഈ മറ്റേ ഓണിയൻ പൊറോട്ട ഉണ്ടല്ലോ അത് ഒരെണ്ണം കഴിച്ച്. കറി നമുക്ക് തികഞ്ഞില്ല. 12 നമ്മൾ ഒരെണ്ണമാണല്ലോ വാങ്ങിച്ചത്, 12 എണ്ണത്തിന് തികഞ്ഞില്ല. അപ്പം നമ്മൾ ചോദിച്ചൊരു ഉള്ളോളം തരുമോ എന്ന് ചോദിച്ചു. തരൂല്ല, വേണമെങ്കിൽ എക്സ്ട്രാ തരാമെന്ന്. എക്സ്ട്രാ ആണെങ്കിൽ വീണ്ടും 180 രൂപ കൊടുക്കണം. അതുകൊണ്ട് നമ്മൾ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ചേട്ടനോട് അവര് വന്നിട്ട് ചോദിക്കാണ്, നമുക്ക് വയറ് നിറഞ്ഞു ഇല്ലാത്തുണ്ടെങ്കിൽ ഞാൻ വീണ്ടും റൊട്ടി ചുടാൻ തയ്യാറാണ്, കറി ഉണ്ടാക്കാനും തയ്യാറാണ്. നല്ല ഫുഡായിരുന്നു. 2 പ്രാവശ്യം വന്ന് ചോദിച്ചില്ലേ? അത് അതെ, ഷെഫ് വന്നു അല്ലേ, ഷെഫ് വന്ന് ചോദിച്ചു. അപ്പം നമ്മൾ ആദ്യമേ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴേ പറഞ്ഞു കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയുന്നത്. രണ്ടാമത് ഷെഫ് വന്ന് നമ്മുടെ അടുത്തൊക്കെ ചോദിച്ചു കേട്ടോ. അപ്പം അടിപൊളി ഫുഡായിരുന്നു കേട്ടോ, ഒരു കുറ്റവും പറയാനില്ല, സൂപ്പർ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ആഹാരം കഴിച്ചിട്ടിറങ്ങി, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടിറങ്ങി. 610 രൂപയായി കേട്ടോ എല്ലാം കൂടെ. നമ്മൾ 4 പേർക്ക് കഴിച്ചത് മൊത്തത്തിൽ 610 രൂപ. അപ്പോൾ ഇനി ബാക്കി കാഴ്ചയിലേക്ക് പോവാം, വരൂ. അപ്പം നമ്മൾ അങ്ങനെ താജ്മഹൽ പോകാനായിട്ട് എൻ്റെ പാർക്കിംഗ് അവൻ പറയുന്നിടത്തിട്ട് കൊടുക്കും. ഇവന്മാർ പാർക്കിങ്ങിന് നോക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ പാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പാർക്ക് എവിടെ കേട്ടോ. നമുക്ക് പാർക്കിങ്ങിനായത് 4 മണിക്കൂറിന് 100 രൂപയാണ്. നമ്മളിവിടെ ഇറങ്ങിയിട്ട് ഇനി ഈ ഓട്ടോ പോലത്തെ ഒരു വണ്ടിയുണ്ട്. ഈ ഓട്ടോ അല്ല, നീളത്തിന് ഇലക്ട്രിക് കാണിച്ചു തരാം ഞാൻ. അതിൽ പോകണം. ഒരാളിന് 25 രൂപയാണ് അതിന് അവർ ചാർജ് ചെയ്യുന്നത്. ഒരാളിന് 25 രൂപ. അപ്പോൾ നമുക്കിറങ്ങാം. വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി പാർക്കിങ്ങിലിട്ടു. ഇനി ഇവിടെ നിന്ന് പോകേണ്ടത് ഇലക്ട്രിക് വണ്ടിയുണ്ട്, ഓട്ടോയുണ്ട്, കുതിര വണ്ടിയുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് നമ്മളിതുവരെ കുതിര വണ്ടി പോയിട്ടില്ലല്ലോ, എന്നല്ല ഞാൻ ഇതുവരെ പോയിട്ടില്ല, എന്തായിരുന്നാലും കുതിര വണ്ടിയിൽ പോകാമെന്ന് വിചാരിച്ചു. ഇതാണ് നമ്മളെ കുതിര വണ്ടി. ഓക്കെ, ഇതാണ് നമ്മളെ കുതിര വണ്ടി. 2 പേര് മുന്നിൽ 2 പേര് ബാക്കിൽ എന്നാണോ? അങ്ങനെയാണ് ഇരിക്കാൻ. 2 പേര് മുന്നിൽ. ഇപ്പം ഇതിൽ 2 പേര് മുന്നിലും 2 പേര് ബാക്കിലുമാണ് ഇരിക്കേണ്ടത്. വേണമെങ്കിൽ ഒന്ന് ഫ്രണ്ടിൽ കയറിക്കോ. ഞാൻ കയറിയപ്പോഴേ കുതിര കൊണ്ട് താന്നു, പാവം. എങ്ങനെയുണ്ട്? നമ്മളങ്ങനെ കുതിര വണ്ടിയിൽ താജ്മഹൽ കാണാൻ വേണ്ടി പോവുകയാണ്. താജ്മഹൽ മാത്രമല്ല, വേറെ കുറച്ച് സ്ഥലങ്ങൾ കൂടെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മീന ബസാർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ സാരിയൊക്കെ ഭയങ്കര ഫേമസ് ആണെന്നാണ് പറയുന്നത്. ബനാന ലീഫിലുണ്ടാക്കുന്ന സാരിയൊക്കെ അവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇതാ വഴി നോക്കിയാണ് വേറൊരു കുതിര വണ്ടി ഇരിക്കുന്നുണ്ടോ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. അത് കുറച്ചുകൂടെ അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ലെതർ ഇതാ. മീന ബസാർ താണ്ട് ഇതാണ്. ഇതാണ് മീന ബസാർ. ഞാൻ വിചാരിച്ചു വലിയ ഇതായിരിക്കുമെന്ന്. അപ്പോൾ നമുക്കിവിടെ ഇറങ്ങാം. കുതിര വണ്ടി പൊങ്ങി ഞാൻ ഇറങ്ങിയപ്പോൾ. പാവം കുതിര കേട്ടോ, പാവം. അപ്പോൾ നമ്മൾ ഈ മീന ബസാർ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ വിചാരിച്ച് വലിയ ഷോപ്പിംഗ് മാളായിരിക്കും. അതല്ല, ഈ ചെറിയൊരു കട, ഇവിടെ സാരിയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്കൊന്ന് നോക്കാം. എന്തായാലും ഒന്നും വാങ്ങുന്നില്ല, എന്നാലും ഒന്ന് നോക്കാം എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത്. ഇവിടെ അകത്ത് കയറിയ ഉടനെ തന്നെ താജ്മഹലിൻ്റെ ഒരു ഉഗ്ര
അങ്ങനെ നമ്മൾ താജ്മഹലിൻ്റെ അവിടെ എത്തി. കുതിര ചാടി ഇറങ്ങി. സംഭവം കൊള്ളാം കേട്ടോ. പക്ഷേ പാവം കുതിര നമ്മളെ 4 പേരെ വെച്ചിട്ട് വലിച്ചത് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നി കേട്ടോ. വെയിറ്റ് കൂടുതലല്ലേ, ഞാനൊക്കെ 92 കിലോ തൂക്കമുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നി. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ ഇറങ്ങി നമുക്ക് താജ്മഹൽ കാണാനായിട്ട് പോവാം. വരൂ. നേരെ പാസ്. നമ്മളെ കാർ പാർക്കിൽ നിന്ന് താജ്മഹലിൻ്റെ അടുത്ത് വരെ എത്താൻ വേണ്ടി ഏതാണ്ട് ഒരു 1 കിലോമീറ്റർ ഇല്ല, അതിന് താഴെ ഉള്ളൂ കേട്ടോ. അപ്പോൾ 100 രൂപയാണ് ആയിട്ടുള്ളത് കുതിര വണ്ടിക്ക്. നമുക്ക് പൈസ കൊടുക്കാം. ബാക്കി 100 രൂപ തന്നു. നമുക്കിനി അങ്ങോട്ട് പോവാം. എന്താണ്? ഓ, ഇത് താജ്മഹലിൻ്റെ അകത്ത് കാലിൽ ഇടാണ്ട സാധനമാണ്. അകത്ത് ചെരുപ്പയിൽ ഇടാണ്ട കാരണം മൊത്തം മാർബിളല്ലേ. മാർബിൾ ആയതുകൊണ്ട് ഈ സാധനം കാലിലിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ അത് ഇവിടെ എത്ര രൂപ ഇത്? 10 രൂപ. ഒരെണ്ണം 10 രൂപ. അകത്ത് കയറി 20 രൂപ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാം. 10 രൂപ എടുത്ത് വാങ്ങിച്ചിട്ട് പോവാം. 40. നമ്മളിപ്പോൾ അവിടെ നിന്ന് 100 രൂപ കുതിരവണ്ടി കയറിയില്ലേ. കുതിരവണ്ടി കയറി നമ്മളെ നൈസായിട്ട് സൂപ്പറായിട്ട് തേച്ചു എന്ന് പറഞ്ഞാൽ കുതിരവണ്ടി ഇങ്ങൊന്നും വരില്ല. അങ്ങറ്റം കൊണ്ട്, അതായത് ഇവൻ പറഞ്ഞതനുസരിച്ച് 1 കിലോമീറ്റർ ആണെന്ന് പറഞ്ഞ് കൊണ്ടുവന്നത് കുറച്ച് ദൂരം കൊണ്ടുവന്ന ഉടനെ അവ അങ്ങ് നിർത്തി. ഇവിടെ ഇനി കുതിരവണ്ടി യഥാർത്ഥത്തിൽ പോവില്ല. ഇലക്ട്രിക് വണ്ടി മാത്രമേ ഇതുവഴി പോകത്തുള്ളൂ. ഇനി ആരെങ്കിലും വരാണെങ്കിൽ കുതിരവണ്ടി വരാൻ നിൽക്കണ്ട, വെറുതെ പൈസ കൊടുത്ത് വേസ്റ്റ് ആക്കണ്ട. ഇലക്ട്രിക് വണ്ടിയിൽ വരണം. 25 രൂപയാണ് ഇലക്ട്രിക് വണ്ടി. ഇലക്ട്രിക് വണ്ടി മാത്രമേ ഇതുവഴി അങ്ങ് അറ്റം വരെ വരത്തുള്ളൂ. ഇതോ വരുന്നുണ്ടോ, ഇത് ഗവൺമെൻറ്റിൻ്റെ ഇലക്ട്രിക് വണ്ടിയാണ്. ഇതാ കാണിച്ചു തരാം. അതിപ്പോൾ ഇങ്ങനെ വരിയാന്ന് ഇതാ ഇതിൽ കയറി മാത്രമേ വരാവൂ. അല്ല കുതിരവണ്ടി എക്സ്പീരിയൻസ്, ഞാൻ പിന്നെ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുള്ളതുകൊണ്ട് കൂടിയാണ് ഞാൻ കയറിയത്. പക്ഷേ അങ്ങനെ കയറിയപ്പോൾ ഇവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ, പിന്നെ അങ്ങോട്ട് പോകത്തില്ല. അതാണ് നിങ്ങൾ ആരെങ്കിലും വരാണെങ്കിൽ ഈ വണ്ടിയിൽ കയറി പൊയ്ക്കോളണം കേട്ടോ. നാളെ എനിക്ക് ഈ വണ്ടി വരണം. നമുക്ക് നാളെ അതിൽ വരേണ്ടി വരും. പിന്നെ വേറെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ താജ്മഹൽ കാണാനായിട്ട് വരുമ്പോൾ ഒരുപാട് ഗൈഡുകൾ നമ്മളെ ബാക്കിൽ നിന്ന് വരും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഗവൺമെൻറ് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഗൈഡിനെ മാത്രമേ നിങ്ങൾ വയ്ക്കാവൂ. അതുപോലെ അവർ ആദ്യം ചോദിക്കുന്ന എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 1800 രൂപയാണ് നമ്മുടെ അടുത്ത് ചോദിച്ചത്. 1800 രൂപ ചോദിച്ചു 4 പേർക്ക്. അപ്പോൾ 1800 രൂപ ചോദിച്ചെടുത്ത് അവസാനം നമ്മൾ 300 രൂപയിൽ ഒതുക്കി. ഇതുപോലെ ബാർഗെയിൻ ചെയ്ത് വേണം ഇവിടെയൊക്കെ ചെയ്യാൻ. നോർത്തിൽ മൊത്തം അങ്ങനെയാണ്. എന്ത് സാധനം എടുത്താലും ബാർഗെയിൻ ചെയ്താലേ നമുക്ക് വില പേശി ആയാലേ കുറയുള്ളൂ. അപ്പോൾ നമുക്ക് 300 രൂപയ്ക്കാണ് ഇപ്പോൾ അവൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. 1.5 മണിക്കൂർ അല്ലേ, 1.5 മണിക്കൂർ അവൻ 300 രൂപയ്ക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. നമ്മളെ ഗൈഡ് ഇവിടെ നിൽക്കുന്നുണ്ട്. അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് അകത്ത് കാഴ്ചയിലേക്ക് പോവാം. ഇവിടെയാണ് വണ്ടികളൊക്കെ ഡ്രോപ്പ് ചെയ്യുന്നത്. കണ്ടോ ഇലക്ട്രിക് വണ്ടികളൊക്കെ വന്ന് നിന്നിട്ടുണ്ട് ഇതുപോലെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, ഇതുപോലെ വരിക. ഇല്ലയെന്നുണ്ടെങ്കിൽ അവിടെ ഇറങ്ങിയിട്ട് പൈസയും കൊടുത്തിട്ട് നടക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് അകത്തോട്ട് പോകാം. ഇത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തതാണ്. ഓക്കെ, നമ്മളങ്ങനെ ലോക അത്ഭുതങ്ങളായ താജ്മഹലിൻ്റെ കവാടത്തിലെത്തിയിട്ടുണ്ട്. ഇത് ഈസ്റ്റ് കവാടമാണ് കേട്ടോ. 4 എണ്ണം ഉണ്ടെന്ന്, ഇത് ഈസ്റ്റാണ്. അപ്പോൾ ആ യാത്രയിലോട്ട് പോവാം. കണ്ടോളൂ. നമ്മളങ്ങനെ നടന്ന് താജ്മഹലിൻ്റെ എൻട്രിയിലെത്തിയിട്ടുണ്ട്. അങ്ങോട്ട് നോക്കിയേ, ഭയങ്കര തിരക്കാണ്. ഭയങ്കര തിരക്കാണ് കണ്ടോ. ഒരു കൂട്ടം ഇത്രയും നേരം ഇവിടെ ഭയങ്കര സൈലൻ്റ് ആയിരുന്നു. നമ്മൾ വന്നതും ഒരു കൂട്ടം ആൾക്കാർ കയറാണ് കേട്ടോ. അപ്പോൾ നമുക്കും കൂടെ അകത്തോട്ട് കയറാം. ഓക്കെ, നമ്മളങ്ങനെ ഇതിൻ്റെ എൻട്രി കയറിയിട്ടുണ്ട്. ID കാർഡൊക്കെ കാണിക്കണം. ഞാൻ ആധാർ കാണിച്ചു, അത് മതിയെന്ന് പറഞ്ഞു. പിന്നെ അകത്തോട്ട് പോവുകയാണ്. ഇവിടെ സെക്യൂരിറ്റി ചെക്കിംഗ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ മിക്കവാറും വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അകത്ത് പോയിട്ട് എടുക്കാം.
നമ്മളിപ്പോൾ നിൽക്കുന്നത് സെക്യൂരിറ്റി ചെക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് താജ്മഹലിൻ്റെ അകത്താണ്. ഇനി ഇവിടെ നിന്നാണ് പോകേണ്ടത്. ഇപ്പോൾ ഇവിടെ സൈഡിൽ ഓരോ വർഷത്തെ താജ്മഹലിൻ്റെ ഫോട്ടോ വച്ചിട്ടുണ്ട്. ഓരോ വർഷത്തെയും വച്ചിട്ടുണ്ട് കേട്ടോ. എന്താ ഓരോരോ ഇയറിൻ്റെ ഇതായിട്ടാണ്. ഇത് വന്നിട്ട് 1862 ഇതതിൻ്റെ താഴെ ഇതാണ്ടോ ഇയർ 1862. പക്ഷേ ഒരുപാട് ഫോട്ടോ ഉള്ളതുകൊണ്ട് എനിക്ക് എല്ലാ ഇയറും ഞാനിങ്ങനെ പറഞ്ഞു ഇത് 1874, ഇത് 78, ഇത് 82 കേട്ടോ, 1882. ഇങ്ങനെ ഓരോരോ ഇതുവരെയാണ്. ഭയങ്കര ഗ്ലെയർ അടിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഉണ്ടോ. ഓരോരോ വർഷം കഴിയും തോറും അതിൻ്റേതായ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്തടുത്ത് കാണിച്ചു തന്നാൽ ഒരുപാട് സമയം പോകും. ഇതൊക്കെ 1985 ആയപ്പോൾ ഇതെങ്ങനെയായി ഉണ്ടോ. 1985 അത് കഴിഞ്ഞിട്ട് അതായത് വന്നു 2001 ഇതാണ് 2001. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഓരോരോ വർഷത്തെയും ഇങ്ങനെ വെച്ചിട്ടുണ്ടേ. നിങ്ങൾക്ക് ഇത് എത്രത്തോളം ക്ലാരിറ്റി കിട്ടുന്നതെന്നറിയില്ല. കാര്യം ഇത് ഭയങ്കര ഗ്ലെയർ അടിക്കുന്നുണ്ട്. ഓക്കെ, ഗ്ലാസ്സിലൊക്കെ ഇത് ഇപ്പോഴത്തെ ഉള്ളതൊക്കെ ഇതാണ്. അപ്പോൾ നമുക്കിനകത്തോട്ട് പോവാം. ഇതാണ് താജ്മഹലിൽ അകത്തോട്ട് കയറുന്ന എൻട്രൻസ്. ഇതാണ് 2 സൈഡിൽ നല്ല ചെടികളൊക്കെ വെച്ച് പിടിച്ച് നല്ല എല്ലാം ഒരു പഴയ വാസ്തു ഇതിൽ ചെയ്തിരിക്കുന്ന കെട്ടിടങ്ങൾ. ഇതാണ് നമ്മളെ താജ്മഹൽ അകത്ത് കയറാൻ പോകുന്ന കോട്ട. കണ്ട അങ്ങനെ നമ്മളിതാ ലോക അത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹലിൻ്റെ മുന്നിലെത്തിയിരിക്കുകയാണ്. ഈ കവാടം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് അകത്ത് കാണുന്നു, നിങ്ങൾക്ക് കാണാൻ പറ്റുമോയെന്നറിയില്ല, നല്ല വെള്ള കളറിൽ ഈ കവാടം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാണ് താജ്മഹൽ. അപ്പം ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. അകത്തോട്ട് പോകാമോ? കാഴ്ചകളൊക്കെ കാണാം, നമുക്ക് പോവാം. അപ്പോൾ നമ്മൾ താജ്മഹൽ കോട്ട കഴിഞ്ഞിട്ട് അകത്ത് കാണാൻ പോവുകയാണ്. വായോ, ഭയങ്കര സന്തോഷം കേട്ടോ. ഇതാ കാണുന്നത് കണ്ടോ. ഇവിടെ നിന്ന് കാണാൻ പറ്റില്ലേ, അതൊരു പ്രത്യേകതയാണ്. ഇവിടെ നിന്ന് കാണാൻ പറ്റില്ല. ഇത് കാണണമെങ്കിൽ നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയാൽ മാത്രമേ ഇത് കാണാൻ പറ്റത്തുള്ളേ. ഭയങ്കര വെറും ഒരു പുക പോലെ കാണാൻ പറ്റത്തുള്ളൂ അവിടെ വെളിയിൽ, മഞ്ഞുമല പോലെ. പക്ഷേ ഈ കോട്ടയ്ക്കകത്ത് നിന്ന് പുറത്തിറങ്ങുമ്പോൾ താജ്മഹൽ കറക്റ്റായിട്ട് തെളിഞ്ഞു വരും. ഇപ്പോൾ നമുക്ക് കാണുന്നില്ലല്ലോ, പുക മാത്രമല്ലേ കാണുന്നുള്ളൂ. പുക മാത്രമല്ലേ കാണുന്നുള്ളൂ. ഇവിടെ നോക്കിക്കോളണേ. ഇപ്പം തെളിഞ്ഞു വന്നേണ്ട. ഇത്രയും നേരം പുക മാത്രമായിരുന്നത് ഇപ്പം തെളിഞ്ഞു വന്നേണ്ട. എടാ
ഓ അമ്മച്ചേ, ഈ സാധനം ഉണ്ടല്ലോ, അവിടുത്തെ ചെക്കിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനം ഇടണം. താജ്മഹലിനകത്ത് അകത്തോട്ട് പോകുമ്പോൾ ഇതിട്ടുകൊണ്ടേ പോകാവൂ. നിൽക്കാൻ വയ്യ, അതുകൊണ്ട് ഇരുന്ന് ഇടാമെന്ന് വിചാരിച്ച്. ഇതിട്ടാലേ പോകാൻ പറ്റത്തുള്ളൂ. 10 രൂപയാണ് കേട്ടോ ഇതിൻ്റെ വില. നമ്മൾ മറ്റേ വണ്ടി പാർക്ക് ചെയ്തില്ലേ, അവിടെ നിന്നാണ് വാങ്ങിച്ചത്. ഇവിടെയൊക്കെ വരുമ്പം 15, 20, 50 ഒക്കെ വാങ്ങുന്നവർ കണ്ടവയെ. ഒരെണ്ണത്തിന് 50 രൂപയൊക്കെ വാങ്ങിച്ചു. കാര്യം പിന്നെ വെളിയിൽ ഇറങ്ങാൻ പറ്റില്ലല്ലോ. അകത്ത് കയറി കഴിഞ്ഞാൽ ഇവിടുത്തെ കച്ചവടക്കാർക്ക് നല്ല പൈസയാണ്. ഒരുപാടുണ്ട് കാണാൻ. ഇപ്പോൾ കാഴ്ചകളിതാ ഇതൊക്കെ കണ്ടല്ലോ. ചിലപ്പോൾ നമ്മൾ നാളെയും കൂടെ വരും കേട്ടോ. കാര്യം ഇന്ന് രാവിലെ വന്നിട്ട് വെളുപ്പിനുള്ള ആ ഒരു ആംബിയൻസ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് പ്രാവശ്യം പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുന്നില്ല, ഉറങ്ങിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഇനി നാളെയും കൂടെ വരും. നാളെയും കൂടെ വന്നിട്ട് ആളില്ലാത്ത സമയത്ത് നോക്കി ഇന്ന് ഷൂട്ട് ചെയ്യണം രാവിലത്തെ. അപ്പോൾ 2 വീഡിയോയും കൂടെ മിക്സായിട്ടായിരിക്കും. ഡ്രസ്സൊക്കെ 2 ഡ്രസ്സായിരിക്കും കേട്ടോ വരുന്നത്. നാളെ നമുക്ക് നമ്മളെ കേരളീയ രീതിയിലുള്ള വസ്ത്രധാരണം നടത്തിക്കൊണ്ടുവരും. ഒരു മുണ്ടും ഒരു ഷർട്ടൊക്കെ ആയിട്ട് വലിച്ച് കെട്ടി അടിപൊളിയായിട്ട് നാളെ വരാൻ നോക്കാം. ഓക്കെ. ഇത് താജ്മഹൽ തുടങ്ങുന്ന സ്ഥലത്ത്, അതായത് അതിൻ്റെ ബേസ്മെൻറ്റിന് തൊട്ട് മുകളിലായിട്ട് കൊത്തി വച്ചിരിക്കുന്ന പൂക്കളാണ്. ഇതെല്ലാം മാർബിളിൽ തന്നെയാണ്. ഇതിൽ വേറൊരു വിശേഷം എന്തെന്ന് വെച്ചാൽ, ഇതാ കാണുന്നില്ലേ ഈ കളറ്, ഗോൾഡൻ കളറ്, ചുമപ്പ്, കറുപ്പ്, ഇതെല്ലാം നമ്മൾ വിചാരിക്കും വരച്ച് വച്ചിരിക്കുന്നതാണെന്ന്. പക്ഷേ വരച്ചതല്ല, അതെല്ലാം ഒരു തരം മാർബിളാണ്. ഇവിടെ കുറച്ച് അത് ഇളവി പോയിട്ടുണ്ട്. അതും കളർ മാർബിളാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇങ്ങനെ മാർബിൾ ഇത്രയും കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എന്തുമാത്രം കഷ്ടപ്പാടെന്ന്. അന്നത്തെ കാലത്ത് മെഷീനില്ല, വേറെ യാതൊരുവിധ ടെക്നോളജിയും ഇല്ല. അപ്പോൾ എല്ലാം കൈ കൊണ്ടല്ലേ ചെയ്യേണ്ടത്. എന്ത് ഭംഗിയായിട്ട് അവർ എടുത്തിട്ടുണ്ടെന്ന് നോക്കിയതാ. ഇതുണ്ടോ, ഇതുണ്ടോ, ഇങ്ങനെ ചുറ്റോട് ചുറ്റും ഈ സാധനങ്ങളാണ്. ഇങ്ങനെ ഈ പൂക്കളും ഈ മാർബിളിൽ മറ്റേ മാർബിൾ കട്ട് ചെയ്ത പൂക്കളും എല്ലാം മാർബിളിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പൂക്കളും കൊണ്ട് നല്ല രസമായിട്ട്, പൂക്കളൊക്കെ എന്ത് രസമായിട്ട് ചെയ്തിരിക്കുന്നതെന്നറിയാമോ? കണ്ടോ, നല്ല രസമുണ്ട്. കണ്ടോ, ഞാനൊന്ന് ക്ലോസിൽ കാണിച്ചു തരാം. കണ്ടോ, മാർബിളിൽ കട്ട് ചെയ്ത പൂക്കളാണ്. ഇല, പൂക്കൾ, കണ്ടോ, എന്താ രസമെന്ന് നോക്കിയേ, എന്താ രസമെന്ന് നോക്കിയേ. കണ്ടോ, നല്ല ഭംഗിയായിട്ട് അന്നത്തെ കാലത്ത് കട്ട് ചെയ്ത് വച്ചിട്ടുണ്ട്. കൊത്തി 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 എന്തുമാത്രം കഷ്ടപ്പാടെന്ന് നോക്കിക്കോളണം. ഇങ്ങനെ ഒരു ഇലയും പൂവുമായിട്ട് അന്ന് കൈകൊണ്ട് ജയതി സാറ് പറഞ്ഞ പോലെ കൈപ്പണിയാണ്, കൈപ്പണിയിൽ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലേ. വളരെ ഭംഗിയായിട്ടുണ്ട്. നമ്മളങ്ങനെ താജ്മഹൽ അകമൊക്കെ കണ്ടിട്ടിറങ്ങി. അകത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ, ഷൂട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. ഷൂട്ട് ചെയ്യാൻ പറ്റത്തുമില്ല, ഭയങ്കര സ്ട്രിക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും കാണിക്കാൻ പറ്റില്ല. ഇനിയുള്ളത് അവിടെ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത് നേരെ യമുന നദിയുടെ ഫ്രണ്ടിലോട്ടാണ്. ഇതാണ്, ഇതുണ്ടോ, ഇത് യമുന നദിയാണ്. ഒട്ടും ക്ലീനല്ല, ഭയങ്കര അഴുക്കാണ്. ഇപ്പോൾ യമുന നദി ക്ലീൻ ചെയ്യേണ്ട പരിപാടികളൊക്കെ തുടങ്ങുന്നു എന്ന് തോന്നുന്നു. ഭയങ്കര അഴുക്കാണ്, അഴുക്ക് വെള്ളമാണ് ഓടുന്നത്. ഇത് അപ്പുറത്ത് യമുന നദിയുടെ അപ്പുറത്തൊരു കോട്ടയൊക്കെ കാണും, ഒരു ചെറിയ കോട്ട പോലത്തെ ഇത് കാണുന്നുണ്ട്, എന്താണെന്നറിയില്ല. അപ്പോൾ ഇതാണ് ഇപ്പോൾ യമുന. അപ്പുറത്തുണ്ടോ ഗംഭീര കോട്ടയുണ്ട്, ആഗ്ര ഫോർട്ട്. നമ്മളത് നാളെ പോയി കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ നമ്മൾ കാണിക്കാമേ. ഈ അറബി അക്ഷരങ്ങളാണെന്ന് തോന്നുന്നു, അറബി അക്ഷരം തന്നെ. ഇതെല്ലാം എഴുതിയതല്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോരോ മാർബിളിൽ അവർ കൊത്തിയെടുത്ത് അതങ്ങനെ പതിപ്പിച്ചിരിക്കുന്നതാണ്. ഞാൻ ആലോചിക്കും എന്തുമാത്രം കഷ്ടപ്പാടായിരിക്കും എന്ന് ആലോചിച്ച് നോക്കി. ഇതെങ്ങനെയൊക്കെ ചെയ്യാൻ. അതിൻ്റെ താഴെ കാണുന്ന ഇതുണ്ടോ, ഇതും അതുപോലെ തന്നെയാണ്. ഇതെല്ലാം അതേ കളർ മാർബിൾ വെച്ചിട്ട് ഇങ്ങനെ കൊത്തിയെടുത്ത് ഇങ്ങനെ ആക്കി വച്ചിരിക്കുന്നതാണ്. അയ്യോ എന്താ രസം നോക്കി. ഉണ്ടോ, അതുപോലെ താഴെ വന്നു കഴിഞ്ഞാൽ ഇതാണ്ടോ, താഴെയും ഇതുപോലെ ഉണ്ട്. ഓരോ സൈഡിലും ഓരോരോ ഡിസൈൻ വീതമാണ് കൊത്തി വച്ചിരിക്കുന്നത്. അതിൻ്റെ താഴെ വന്ന കണ്ട് പൂക്കളും, അതിൻ്റെ താഴെ വന്ന ഇതുപോലത്തെ ബെല്ല് പോലത്തെ സാധനങ്ങൾ എല്ലാം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതിൻ്റെ തൂണ് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ തൂണ് തുടങ്ങുന്നത് ഇതെവിടെ നിന്നാണ്. ഇതാണ്ട,
അതിൽ കറുപ്പും ഗോൾഡൻ കളറും മാർബിളാണ് കൊത്തി വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞവിടെ വെള്ളയും കറുപ്പുമായിട്ടുള്ള മാർബിളാണ്. ഈ തുണി ഇങ്ങനെ പോയി 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 അങ്ങ് മോളറ്റം വരെ പോകും. ഇതാണ് അതിൻ്റെ ഹൈറ്റ്. ഇതാണെങ്കിൽ താജ്മഹലിന് ചുറ്റും 4 ഗോപുരമില്ലേ, ആ ഗോപുരത്തിൽ ഒരെണ്ണമാണ്. എനിക്ക് തോന്നുന്നു ഇതുവഴി അകത്തോട്ടൊക്കെ കയറാം കേട്ടോ, പക്ഷേ പൂട്ടിയിട്ടിരിക്കുകയാണ്. പണ്ടൊക്കെ കയറുമായിരിക്കും, ഇപ്പോൾ ആരും കയറത്തില്ല, പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഹൈറ്റ് ഒന്ന് ഞാൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമേ, എന്തുമാത്രം ഹൈറ്റാണുള്ളതെന്ന്. ഓരോരോ തട്ടിലും വാതിലുകളുണ്ട്. 1 2 3 4 തട്ടാണ് കേട്ടോ, 4 തട്ടാണ്. ഓരോരോ തട്ടിലും വാതിലുകളുണ്ട്, ജന്നൽ പുറത്തുണ്ട്. ഇത്രയും ഹൈറ്റുണ്ട്. ആ കാണുന്നതാണ് യമുന നദി കേട്ടോ. ഞാനിപ്പോൾ നിൽക്കുന്നത് താജ്മഹലിൻ്റെ ഒരു സൈഡിലാണ്. അവിടെ നിന്ന് താഴോട്ട് നോക്കിയാൽ കാണുന്ന കാഴ്ചയാണ് ഈ ഫോർട്ട്. ഇവിടെ മൊത്തം ഇതേ ഉള്ളൂ, നല്ല രസമുണ്ട്. അതുകൊണ്ടൊന്ന് ഞാൻ നിങ്ങളെയും കൂടെ കാണിക്കുന്നതേ ഉള്ളൂ. ഉണ്ടോ, അടിപൊളി. തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ അപ്പുറത്തെ ഫോർട്ട്. ഇതാണ് താജ്മഹൽ. താജ്മഹൽ ഭയങ്കര ഹൈറ്റാണ്. ഞാൻ നേരത്തെ അവിടെ നിന്ന് കാണിച്ചില്ലേ, അപ്പോൾ അവിടെ ഒരു ബാരിക്കേഡ് പോലെ ഒരു സാധനം ഉണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് നേരെ കാണിക്കാൻ പറ്റാത്ത. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ അതില്ല. അതുകൊണ്ട് ഈ മാർബിൾ ഇവിടെ നിന്നുണ്ട് കുത്തി വെച്ചിരിക്കുന്നുണ്ടോ, എന്ത് ഭംഗിയായിട്ട് നല്ല രസമായിട്ട് കുത്തി വെച്ചിരിക്കണം. നോക്കിയാൽ ഈ കുത്തി വെച്ചിരിക്കുന്ന മാർബിൾ കുത്തുന്നത് വലിയ സംഭവമല്ല ഇപ്പോൾ, പക്ഷെ അന്ന് യാതൊരുവിധ രീതിയിലുള്ള ടെക്നോളജിയും ഇല്ല, മെഷീനില്ല, ഇതെല്ലാം കൈകൊണ്ട്. അതാണ്ട് ഉണ്ടോ, അതിവിടെ കുറച്ച് ഇന്ന് പോയിട്ടുണ്ട് കേട്ടോ. അതാണ് കൈകൊണ്ടാണ് കൊത്തിയത്. അപ്പോൾ ഒന്ന് ആലോചിച്ചുകൊണ്ട് ഇത്ര വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഇത്രയും കഷ്ടപ്പെട്ട് എന്തുമാത്രം ആൾക്കാർ കഷ്ടപ്പെട്ടായിരിക്കും ഇത് ഉണ്ടാക്കിയത്. അന്നത്തെ കൊത്തിയവൻ്റെ തലയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുമോ, ബുദ്ധിരാക്ഷസന്മാരായിരിക്കും. ഇതാണ് ഈ കളർ കാണുന്നില്ല, ഈ കളറൊക്കെ പെയിൻ്റ് അടിച്ചതല്ല, ഇത് അതേ മാർബിൾ തന്നെയാണ്. ഈ കളറുള്ള ഈ ഗോൾഡൻ കളർ മാർബിൾ, അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഗ്രേ കളർ, അതിന് ശേഷമുള്ളൊരു ഈ ഗ്രേ, ഇതെല്ലാം ഇതിലുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ഇതാണ് ഈ കറുപ്പ്, ഈ കറുത്ത എല്ലാം മാർബിളാണ്. ഇതിങ്ങനെ പൊക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ഉണ്ട് ഇപ്പുറത്ത് നോക്കിയേ, ഇപ്പുറത്തുള്ള ഉണ്ടോ, ഇതെല്ലാം ഇന്നാണെങ്കിൽ മെഷീനൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, മെഷീനോ ടെക്നോളജിയോ ഒന്നുമില്ലാത്ത സമയത്ത് ഇത്രയും വലിയൊരു കെട്ടിടം പണിയണമെന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്താണെങ്കിൽ നടക്കുമോ? അങ്ങനെ നടന്നാൽ തന്നെ എത്ര വർഷം വേണം ഇതൊന്ന് പണിഞ്ഞ് എടുക്കാനായിട്ട്? എത്ര കോടി രൂപ വേണം? അമ്പോ, ചുമ്മാതല്ല ലോക അതിശയങ്ങളിൽ ഒന്നായത്. സംഭവം തന്നെ നല്ല തണുപ്പാണ് കേട്ടോ, ഇത് ഇരിക്കാനൊക്കെ നല്ല സുഖമുണ്ട്. ഇതുണ്ടോ, ഇത് ഷാജഹാൻ്റെ കാലത്ത് ഷാജഹാൻ സൂപ്പർവൈസിങ് ചെയ്ത്, അന്ന് മെഷീനില്ല, വേറെ ടെക്നോളജി ഇല്ല, മൊത്തം കൈപ്പണിയായിരുന്നു. കൈപ്പണിക്ക് പണിഞ്ഞ സാധനം. ഇവിടെ വേറൊരു അത്ഭുതം കൂടെ ഉണ്ട്, ആരും കാണാത്ത അത്ഭുതം. ഇതുവരെ ആരും കാണിച്ചിട്ടില്ല. ഞാൻ കാണിച്ചു തരട്ടെ. ഇങ്ങോട്ട് നോക്ക്, ഇപ്പോഴത്തെ നമ്മൾ പണിഞ്ഞത്. മെഷീനുണ്ട്, ടെക്നോളജി ഉണ്ട്, എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. ഇവിടെ ഒന്നുമില്ല, കൈപ്പണിയും ഇല്ല, ഒന്നുമില്ല, പ്ലെയിനായിട്ട് പണിഞ്ഞു വെച്ചിട്ടുണ്ട്. ഏതോ കൺട്രാക്ട് കൊടുത്താണ് ഇതുപോലെ ചെയ്യാമെന്ന് പറഞ്ഞ് കൺട്രാക്ട് ചെയ്ത് വെച്ചതാണ്. അതാണ് ഇത്രയും. പിന്നെ നമ്മളെക്കൊണ്ട് വേറൊരു കാര്യം കൂടെ പറ്റും. ഇങ്ങനെ മഹാ അത്ഭുതങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ ഇതുപോലെ കിട്ടുകയാണെങ്കിൽ ചുരണ്ടിയൊക്കെ എടുത്തുകൊണ്ട് പോകാൻ നമ്മളെ കൊണ്ട് പറ്റും കേട്ടോ. വല്ല മുട്ട് സൂചിയോ അതോ ഇതൊക്കെ വെച്ച് കുത്തി എടുത്തുകൊണ്ട് ഒക്കെ പോയിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒരുപാട് സ്ഥലത്ത് നിന്ന് ഇളക്കി എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഒരുപാട് സ്ഥലത്ത് നിന്ന് ഇളക്കി ഇങ്ങനെ ചെറിയ പീസുകൾ ഇളക്കി വീട്ടിൽ കൊണ്ടുവയ്ക്കാനായിരിക്കും. ഇത് ഷാജഹാൻ പണിഞ്ഞ അവരവരുടെ കൊണ്ടുപോയിട്ട് അവൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കുക. എടീ, ഷാജഹാൻ അന്ന് അവിടെ പറഞ്ഞില്ലേ, അതിൻ്റെ ഒരു പീസ് നിനക്ക് ഞാൻ തരാണ്, അത്ര സ്നേഹമാണ് നിനക്ക് നിൻ്റെ അടുത്ത് എനിക്ക് എന്ന് പറയാൻ വേണ്ടി ഓരോരുത്തമ്മ രാന്തിക്കൊണ്ട് പോയിട്ടുണ്ട്. അങ്ങനെ കുറേ എണ്ണം ഞാൻ കണ്ടു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് താജ്മഹലിൻ്റെ വിശേഷങ്ങൾ. ഇനി ബാക്കിയൊക്കെ വഴിയേ കാണാം.